ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ആദ്യമായി ദൈവത്തെ വാഴ്ത്തുന്നു. First of all, I praise the Lord for the Lord has provided this gracious opportunity to be in the presence of God this evening. നാം ദൈവത്തിന്റെ സന്നിധിയിൽ കൂടി വരുമ്പോഴെല്ലാം ദൈവം തന്റെ മഹത്വമുള്ള സാന്നിധ്യം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. Whenever we gather in the presence of God, the Lord is giving His marvelous presence whereby He blesses us. പ്രകൃതി നമുക്ക് പ്രതികൂലമായിരുന്നെങ്കിലും സർവശക്തനായ ദൈവം നമുക്ക് അനുകൂലമായിരിക്കയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. Although nature has become inclement in character, the Almighty God is in our favor. For the same purpose, once again I thank Him. ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ നിശ്ചയമായും സർവശക്തനായ ദൈവം തന്റെ വചനത്താൽ നമ്മെ പോഷിപ്പിക്കും. We keep ourselves in the presence of God in the spirit of prayer. Indeed, the Almighty God shall bless us copiously. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഏവരോടും കനിവുള്ള ദൈവം സംസാരിപ്പാൻ, വിടുവിപ്പാൻ, അനുഗ്രഹിപ്പാൻ ശക്തനാണ്. Whoever has come to the presence of God this evening, the Almighty God, who is an embodiment of compassion, is able to speak to you, deliver you and bless you. ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. Only the word of God is able to effect transformation into human personality. വചനത്തോടുകൂടെ വ്യാപരിക്കുന്ന ആ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ അത്ഭുത പ്രവൃത്തിയെ നിശ്ചയമായും ഇന്ന് രാത്രി ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. The power of God that is be accompanied by the operation of the Holy Spirit is able to do tangible things in our midst tonight is what I believe. ദൈവവചനത്തിനായി ലുദിയായുടെ ഹൃദയം തുറക്കപ്പെട്ടതുപോലെ സർവശക്തനായ ദൈവം അനേകരുടെ ഹൃദയത്തെ തുറക്കട്ടെ. As the heart of Lydia was opened not to listen to the word of God, may the Almighty God open all our hearts to incline to the word of God. കാരാഗൃഹത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന വിശുദ്ധന്മാരുടെ ആ സ്തുതിയുടെ ശബ്ദം തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതുപോലെ അനേകർക്ക് വിടുതലിനായി ദൈവത്തിന്റെ ശക്തി നമ്മുടെ മധ്യേ വ്യാപരിക്കട്ടെ. As the saints were praising the Lord within the prison, the inmates were able to listen to the voice whereby they attained deliverance. After the same fashion tonight, may the Lord deliver you who listen to the word of God tonight. ഇന്ന് രാത്രി നമ്മുടെ ധ്യാനത്തിനായി ഇയ്യോബിന്റെ പുസ്തകം 42-ന്റെ 2-ാം വാക്യം നമുക്ക് വായിക്കാം. For tonight's meditation, let's read the book of Job, read chapter 42, the 2nd verse. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. നമുക്കെല്ലാവർക്കും പരിചിതമാണ് ഈ വേദഭാഗം. This is a highly familiar portion of scripture to all of us. മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധൻ തന്റെ വായിൽ നിന്ന് ദൈവത്തെ നോക്കി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. A saint belonging to the dispensation of conscience, he opened his mouth and confessed a statement which we have just read now. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. വാസ്തവമായി ഇയ്യോബിന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങൾ വലിയതായിരുന്നു. Indeed, all the afflictions that Job had undergone are really great. തന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ച ദുഃഖങ്ങളുടെ നടുവിൽ നെടുവീർപ്പിട്ട് വിലപിക്കുന്ന ഇയ്യോബിനെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം. In the midst of sufferings and hardships that he had been experiencing, the Job who was regretting, languishing, we come across his nature here. കഷ്ടങ്ങളുടെ നടുവിലും ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ച ആ ഭക്തൻ. In the midst of all these hardships, the very God-fearing man held fast his godliness upon God. തന്റെ സ്നേഹിതർ തന്നെ ആശ്വസിപ്പിക്കുവാനായി തന്റെ അടുക്കൽ കടന്നു വരുന്നു. His friends came unto him in order to comfort him. എന്നാൽ ആശ്വസിപ്പിക്കുന്നതിന് പകരമായി അവരൊക്കെയും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി മാറി. Instead of comforting, they were the sources who were lacerating his own feelings. ഇതിന്റെ നടുവിൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സംഭവം നടക്കുന്നു. In the midst of all these things, in the life of Job, an important event took place. ഒരു കൊടുങ്കാറ്റ് തന്റെ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിക്കുന്നു. A storm lashes against his life. തന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച ആ ഓർമ്മകളൊക്കെ കടന്നു വരുന്ന ഒരു കൊടുങ്കാറ്റ്. There's a storm in which all the memories that took place in his life during the yesterdays come now. ഒരിക്കൽ തന്റെ വീട്ടിൽ തന്നായിരിക്കുമ്പോൾ തന്റെ കുഞ്ഞുങ്ങളെ തകർത്തത് ഇങ്ങനെയുള്ള കാറ്റായിരുന്നു. Once he was at his house, it is such a tempest that has lashed out his own family. തന്റെ കുഞ്ഞുങ്ങളുടെ മൃതശരീരം ഒന്നിച്ച് താൻ മറവ് ചെയ്യുമ്പോഴും ഈ കാറ്റ് അവന്റെ ഓർമ്മയിലുണ്ടായിരിക്കും. Altogether, as he had buried the corpses of his children, the same storm came to his memory. ദുഃഖത്തിൻ്റെതായ വേദനയുടേതായ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇതാ വീണ്ടും ഒരു കൊടുങ്കാറ്റ് തന്റെ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിക്കുന്നു. As he is passing through sufferings and pain, once again another storm lashes against his life.
യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ നമുക്ക് ആ കാറ്റിനെ കാണുവാൻ സാധിക്കും. Coming to the book of Job chapter 38, in the introductory part, we come across the same storm. എന്നാൽ താൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ കാറ്റ് തന്നെ നശിപ്പിക്കുന്ന കാറ്റല്ല. As he was gazing at, to his surprise, he understands there's not a whirlwind to destroy him. ആ കാറ്റ് തന്നെ തകർക്കുന്ന കാറ്റല്ല. It is not a wind that is going to destroy him. തന്നെ പേർ ചൊല്ലി വിളിക്കുന്ന കാറ്റ്. It is a whirlwind that spells out his name. അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ തന്റെ സൃഷ്ടാവാകുന്ന ദൈവത്തെ കണ്ടു. When he was gazing, he was able to notice his creator God. അവൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിനക്ക് അസാധ്യമായത് ഒന്നില്ല. In the spirit he proclaims, there is nothing impossible with thee. നിന്നെ കുറിച്ച് ഞാൻ ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇതിപ്പോൾ ഞാൻ എന്റെ കണ്ണിൽ കണ്ടിരിക്കുന്നു. Simply I have heard a news about you, but now I have witnessed with my own eyes. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God who is listening to the word of God tonight, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രയെത്രയോ കൊടുങ്കാറ്റുകൾ നീ കണ്ടിട്ടുണ്ടാകും. in a personal life you might encounter plenty of tempests. എത്രയെത്രയോ തിരമാലകൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചിട്ടുണ്ടാകും. Plenty of surges might to lanced against the journey of your life. എത്ര പേർക്ക് ഉറപ്പായി പറയുവാൻ സാധിക്കും, എന്റെ ദൈവം എന്നെ കൈവിടുന്നവനല്ല. How many can boldly proclaim, my God shall never leave me out. എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുന്നവനല്ല. My God shall never disdain me. എന്റെ ജീവിതത്തിൽ വിടുതൽ തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. My God is mighty enough to command deliverance in my life. വിശ്വസിക്കുന്നവർ മാത്രം തങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഒരല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. ഇയ്യോബ് ഈ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. In this portion of scripture we notice Job introducing this almighty God. സുവിശേഷത്തിന്റെ ലക്ഷ്യവും ഇത് തന്നെയാണ്. Even that is the purpose of the gospel. സർവശക്തനായ ദൈവത്തെ പരിചയപ്പെടുത്തുക. Introducing the almighty God. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ ജീവിതത്തിൽ വർണ്ണിക്കുക. Just describing the marvelous works of God in our practical life. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെ അനുഭവിക്കുക. Just experiencing the almighty God who is able to effect impossibility into possibility. മുമ്പ് നാം ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നാം കേട്ടല്ലോ. Just now we have heard a blessed testimony. ആർക്കും കടന്നു ചെല്ലുവാൻ കഴിയാത്ത സ്ഥാനത്ത് കടന്നു ചെല്ലുന്ന ദൈവം. The place where no man can step in, very God who could step in. കാരാഗ്രഹത്തിന്റെ ഉള്ളിലും കടന്നു ചെന്ന് തന്നെ വിടുവിച്ച ആ അത്ഭുത സാക്ഷ്യം. Within the caverns of dungeon, the Lord mode liberated that wonderful testimony. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. There is nothing hard for the Lord. വിശ്വസിക്കുന്നവർ തങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കട്ടെ. Those who believe, please lift up your hands. എന്നെ സൗഖ്യമാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. My God is able to heal me. എന്നെ വിടുവിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയും. My God is able to deliver me. എന്നെ അനുഗ്രഹിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയും. My God is able to bless me. എന്റെ ഭവനത്തിന്റെ അവസ്ഥയെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. My God is able to effect change the state of my house. എന്റെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. There is nothing impossible with my God. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരല്ലേലൂയ പറയട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. സുവിശേഷത്തിന്റെ ലക്ഷ്യം തന്നെ വിശ്വാസം ജനത്തിൽ കടന്നു വരിക എന്നുള്ളതാണ്. The very mark of the gospel is injecting faith into human conscience. ഈ ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. Revealing this God unto mankind. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 2:13 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, Coming to 1 Thessalonians chapter 2 verse number 14. അവിടെ ഞങ്ങൾ പ്രസംഗിച്ച വചനമെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. Saint Paul says, the word of God that we preached. ആ വചന നിമിത്തമായി സംഭവിക്കുന്ന അത്ഭുത പ്രവൃത്തിയെ ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നു. The word of God we notice the wonderful works which results because of the preaching of the gospel. വായിച്ചാട്ട് അതിന്റെ 13 വാക്യം. Please read verse number 13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. This is working effectually in you who believe. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. ഞങ്ങൾ ഈ വിശ്വാസത്തിന്റെ വചനം പറയുമ്പോൾ As we preach the word of this faith,
വിശ്വസിക്കുന്നവരിൽ ഈ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. This word is working in the mind of the people who believe. ആ വ്യാപാരത്താലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. It is with the effectual power wonders result. സുവിശേഷ നിമിത്തമായി അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിക്കുന്നത് അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയാണ്. Due to the gospel, suppose a miracle takes place, it is because of the operational power of faith behind it. ആകയാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Therefore, beloved child of God, listening to the word of God tonight, ജീവിതത്തിലെ സകല ദുഃഖങ്ങളിൽ നിന്ന് നമ്മെ വെളിയിൽ കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. our God is able to bring us out of all the sorrows of our life. ഇയ്യോബ് ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. Job simply had news about this God. എന്നാൽ ഇപ്പോൾ താൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. But now he has visited this God. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ചില ചോദ്യങ്ങൾ ഇയ്യോബിന്റെ നേരെ ദൈവം തൊടുത്തുവിടുകയാണ്. God poses some questions before Job. തന്നെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്ന സ്നേഹിതന്മാരുടെ നേരെ അവർ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായി മറുപടി കൊടുത്തു. He is extending tangible answers to all the questions posed by the friends who have come to comfort him. അവരെല്ലാം പരാജയം സമ്മതിച്ചു. They accepted their own defeat. എന്നാൽ കൊടുങ്കാറ്റിൽ സർവശക്തനായ ദൈവം ഇയ്യോബിന്റെ ജീവിതത്തിന്റെ നേരെ കടന്നു വന്നു. In the whirlwind, the Almighty God came into the life of Job. ഇയ്യോബ് ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി കൊടുക്കുവാൻ കഴിയാതെ പരാജയം സമ്മതിക്കുന്ന വാക്കാണ് ഇപ്പോൾ നാം വായിച്ചത്. Job was not able to extend clear-cut response to the question posed by God. Such a situation is understood now. ഇയ്യോബ് പറഞ്ഞ അതേ വാക്ക് ഇന്ന് രാത്രി ആരെങ്കിലും ഏറ്റുപറയുവാൻ തയ്യാറാകുമെങ്കിൽ, Tonight, if anybody is prepared to repeat the statement confessed by Job, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളെയും ഈ സുവിശേഷം അത് പരിഹരിക്കുക തന്നെ ചെയ്യും. this gospel is able to rectify all the problems which you cannot solve in your life. ഇയ്യോബിന്റെ പുസ്തകം 42-ന്റെ 2-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. Read again the book of Job chapter 42, the second verse. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. നിനക്ക് സകലതും സാധിക്കും. I know that thou can do everything. നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല. No thought can be withholden from thee. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നമ്മുടെ ദൈവം സർവശക്തനാണ്. Our God is an omnipotent God. നമ്മെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം ചെയ്യുവാൻ അതെ നമ്മുടെ ദൈവത്തിന് കഴിയുന്നത് കൊണ്ടാണ് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത്. As our God is able to do something which we cannot do, we trust in our God. നമ്മെ കൊണ്ട് പലതും സാധിക്കുമെങ്കിൽ നാം പലരും ദൈവത്തിൽ ആശ്രയിക്കാറില്ല. If you're able to do plenty of things on our own, we cannot trust in God. എന്നാൽ നമ്മുടെ ദൈവത്തിന് സകലതും സാധിക്കും. However, everything is possible with our God. എന്നാൽ ദൈവാശ്രയമില്ലാത്ത പലരും തങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളുടെ നടുവിൽ നിരാശപ്പെടാറുണ്ട്. However, in the midst of the sorrows of their life, many people who do not put their trust in the Lord, they feel frustrated. അവർ തകർന്നു പോകുന്നു. They get crumbled. ആത്മഹത്യയിൽ തങ്ങളുടെ ജീവിതം ഒടുക്കുവാൻ ശ്രമിക്കുന്നു. They wrap up their life in committing suicide. പ്രശ്നങ്ങളിൽ നിന്ന് വെളിയിൽ വരുവാൻ കഴിയാതെ അവർ കുഴയുന്നു. They are not able to come out of the sorrows, problems. They are getting confounded. എങ്ങനെ എന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ഓർത്ത് അവർ വ്യാകുലപ്പെടുന്നു. They are parching as to how shall I find remedy to my problem. എന്നാൽ ദൈവത്തിൽ പ്രത്യാശയുള്ള ഒരു വ്യക്തി ആ പ്രശ്നങ്ങളിൽ നിന്ന് അത്ഭുതകരമായി വെളിയിൽ വരുന്നു. However, a person who builds his trust in the Lord shall come out of the problems in his life. എന്തെന്നാൽ നമ്മുടെ ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണ്. Because ours is a God who is able to supply hope in our life. തീത്തോസിന്റെ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പ്രത്യാശ നൽകുന്ന നമ്മുടെ ദൈവം. As we come to the episode of Titus, we notice ours is a God who is able to supply hope in our life. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. നമ്മുടെ കർത്താവ് പ്രത്യാശ നൽകുന്ന ദൈവമാണ്. Our God is one who is able to grant us hope. പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ മറ്റേതെങ്കിലും വഴികൾ തേടി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എങ്കിൽ, Beloved ones who are in the midst of problems, seeking some remedial measures, if you go away, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങളെ വെടിവിപ്പാൻ കഴിയുന്ന നമ്മുടെ ദൈവം അവൻ സർവശക്തനായ ദൈവമാണ്. we have got an omnipotent God who is able to deliver you from all your problems. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ഒരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. As we examine the word of God, particularly, we understand one thing. കാരാഗൃഹത്തിൽ വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ The saints went on worshiping the Lord in the prison. ആരാധനയുടെ നടുവിൽ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു. In the midst of the worship, their fetters fell off. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരംഭിച്ചു. They started glorifying God.
അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരംഭിച്ചപ്പോൾ as they started magnifying God, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. the inmates were keenly watching. കാരാഗ്രഹത്തിൽ ഒരു അത്ഭുതം നടന്നു. A wonder took place in the prison. തടവുകാർക്ക് വലിയ സന്തോഷം. The inmates were highly joyful. എന്നാൽ കാരാഗ്രഹ പ്രമാണിക്ക് ഒരു വലിയ ഭയം നേരിട്ടു. The jailer was panic stricken. തടവുകാരെല്ലാം തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. The prisoners could have escaped. നാളെ അനേക ചോദ്യങ്ങൾ തന്റെ നേരെ വരും. Tomorrow I'll be subjected to questioning. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. There's no meaning remaining alive. അവൻ തന്നെത്താൻ ഒടുക്കുവാൻ ശ്രമിച്ചു. He wanted to kill himself. വിശുദ്ധ പൗലോസ് വിളിച്ചു പറഞ്ഞു, Saint Paul cries aloud, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. do not make any harm unto thee. ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. We are all remaining here. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Tonight, beloved child of God, inclining to the voice of God. പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഉള്ള വഴി എന്ന് പറയുന്നത് തന്നെത്താൻ ഒടുക്കുക എന്നുള്ളതല്ല. Committing suicide is not the way to find deliverance from the clutches of problems. ദേശം വിട്ട് ഓടുകയല്ല. It is not run away from the land. ഭവനത്തിൽ എന്തെങ്കിലും അതെ കൊടും കൈ ചെയ്യുന്നതല്ല. It is not some atrocities at your house. തന്നെത്താൻ ഒടുക്കുന്ന പ്രവൃത്തിയുമല്ല. Again, not torturing yourself. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. Simply believe in the Lord Jesus Christ, then you and your family shall be saved. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. Believe in the Lord Jesus Christ, then ye and your family shall be saved. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യന് വിടുതൽ നൽകി തരുന്നത്. It is a faith in Lord Jesus Christ that commands deliverance in a human life. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. നമ്മുടെ ദൈവം അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവമാണ്. God is able to translate impossibilities into possibilities. ഈ ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. Even today, this God keeps on doing wonders. നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. There is nothing hard for the Lord. ദൈവത്തിന്റെ വചനത്തെ നാം എടുത്തു നോക്കുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് ആ സത്യം നന്നായിട്ട് അറിയാം. As we go through the word of God, through the life of Abraham, that truth is obvious. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, As we step into the book of Genesis, chapter 18, കൽദയ പട്ടണമായ ഊരിൽ പാർത്തിരുന്ന ഒരു മനുഷ്യൻ, there's a man who was habitating in Ur, the city of Chaldeans. ഏക സത്യ ദൈവത്തെ കണ്ടെത്തിയപ്പോൾ, As he had the visitation of the only true God, താൻ മുമ്പ് ആയിരുന്ന ആരാധന വിട്ടിട്ട്, distance from the former worship, താൻ മുമ്പ് സേവിച്ച ദൈവങ്ങളെ വിട്ടിട്ട്, casting off the gods that he had worshipped, സർവശക്തനായ ദൈവത്തെ നോക്കി ഇറങ്ങി പുറപ്പെട്ട സംഭവം. the man who set out looking unto the Almighty God. ദൈവം തന്നോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. God went on speaking with him. ദൈവം തന്നോട് വളരെ വ്യക്തമായി ഇടപെട്ടുകൊണ്ടേയിരുന്നു. Personally, God was dealing with him. ഒരു നാൾ സർവശക്തനായ ദൈവം തന്നോട് സംസാരിപ്പാൻ ആരംഭിച്ചു. One day, the Almighty God started conversing with him. ദൈവം തന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത്, The Lord made such a talk with him. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? Is there anything too hard for the Lord? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? Is there anything too hard for the Lord? ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, incline to the voice of God tonight. നീ കടന്നുപോകുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിന്നെ വെളിയിൽ കൊണ്ടുവരുവാൻ നിന്റെ ദൈവത്തിന് കഴിയുമോ? Whether your God is able to bring you out of the trouble that you have been undergoing now. എന്റെ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുമെങ്കിൽ, If you believe, my God can. നിശ്ചയമായും സർവശക്തനായ ദൈവം ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. Indeed, the Almighty God is going to effect marvelous things in your life. പാപത്തിൽ നിന്ന് അവൻ വിടുവിക്കും. He will liberate you from sin. രോഗത്തിൽ നിന്ന് അവൻ വിടുവിക്കും. He will deliver you from sickness. പൈശാചിക ബന്ധനത്തിൽ നിന്ന് അവൻ വിടുവിക്കും. He will rescue you from the bondage of the satanic spirit. നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. There is nothing impossible with our God. നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. There is nothing too hard for the Lord. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ചില സന്ദർഭത്തിൽ ജീവിതത്തിൽ മടുപ്പൊക്കെ പ്രവേശിച്ചു എന്ന് വരാം. In certain contexts, you may be dispirited in your life. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ എന്ന് ചോദിക്കാം. You may be skeptical whether God can work for me. ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇത്ര നാളായല്ലോ, വിടുതൽ ഇതുവരെ കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടാം. You may be wailing on the ground for prolonged days. I have been praying for this answer. Unfortunately, it is not at all answered. പക്ഷേ എന്റെ ദൈവം എന്നെ വിടുവിക്കുമെന്നുള്ള വിശ്വാസം വിട്ടുപോകരുത്. You must not give the hope, my God shall never leave me. പരീക്ഷകളുടെ നടുവിൽ, ദുഃഖങ്ങളുടെ നടുവിൽ ഈ വിശ്വാസം പോകുവാൻ നമ്മുടെ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. In the midst of trials, in the midst of challenges,
Our God never permits you to keep off this David- faith from God. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഒന്ന് രണ്ട് സംഭവം നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. Testing the word of God, I would like to keep a few incidents before you and to strengthen your faith in the Lord. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Coming to Matthew's Gospel, chapter 13, verse number 15, അവിടെ നമുക്കൊരു സംഭവം കാണാം. we come across an event. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ ചെയ്തു വരവേ Lord Jesus Christ went on accomplishing his ministry. നേരം വൈകിയ ഒരു സമയം, It is an eventide. സ്ഥലം മരുഭൂമി. It is a wilderness. ഇവിടെ വെച്ചാണ് ദൈവം തന്റെ അത്ഭുതത്തെ വെളിപ്പെടുത്തുവാൻ പോകുന്നത്. It is here the Lord is going to reveal his wonder. ശ്രദ്ധിക്കുക, നേരം വൈകി, Please be attentive. It's evening. സ്ഥലം മരുഭൂമി. It's a desert. ദൈവം അത്ഭുതം ചെയ്യുവാൻ ആരംഭിക്കുന്നു. God started doing his miracle. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. അവിടുത്തെ സംഭവം എന്താണെന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. As we go through, we understand what's the incident narrated there. നേരം വൈകി, It is evening. ഇതാ മരുഭൂമി. Behold, it's wilderness. ജനത്തെ പറഞ്ഞയക്കുവാൻ ശ്രമിക്കുന്നു. The people should be sent off. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. അവിടെയാണ് ദൈവം അത്ഭുതം It ചെയ്തത്. is there the Lord is doing miracle. 5 അപ്പം 2 മീൻ. 5 loaves, 2 fishes. ഇതാ ആയിരങ്ങൾക്ക് 10,000-ങ്ങൾക്ക് കൊടുക്കത്തക്ക നിലയിൽ സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് നൽകുന്നു. To be provided, shared with tens of thousands of people. The Almighty God blessed the same. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, hearing the word of God tonight. നീ ആയിരിക്കുന്ന സാഹചര്യം നിനക്ക് ഇപ്പോൾ അനുകൂലമായിരിക്കില്ല. The circumstances in which you are might not be for your favor now. അത് പ്രതികൂലമായിരിക്കാം. That might be adverse. എന്നാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. Notwithstanding, the Lord is going to do wonders for you. ദൈവം നിനക്ക് വേണ്ടി അതിശയം പ്രവർത്തിക്കുന്നവനാണ്. God's able to do miraculous things for you. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ Again, coming to Luke's Gospel, chapter 5. അവിടെ അതിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. Particularly verse number 2, we read so. അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. Let's read the first 2 verses. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ Our Lord Jesus Christ, as he went on preaching the gospel, ഇതാ യേശു കടലിലേക്ക് നോക്കുന്നു. behold, Jesus was gazing at the sea. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വല കഴുകിക്കൊണ്ടിരിക്കുന്നു. The sight he notices that the net is cleansed. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വന്നപ്പോൾ, Throughout the night they labored, they couldn't catch any fish. രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ, Throughout the night they toiled, they couldn't catch anything worthwhile. എങ്ങനെയെങ്കിലും വീടണയാം എന്ന് ചിന്തിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, Somehow or other, let's go back to the home. Thus, on that pretext, as they're washing the nest, യേശു ആ പടകിലേക്ക് പ്രവേശിച്ചു. Jesus entered the boat. അതെ, യേശു പറയുന്നു മുമ്പോട്ട് പോകുവാൻ ആവശ്യപ്പെടുന്നു. Jesus directs them to move forward. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. അവന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ As a castanet giving his own head, അത്ഭുതം അവരുടെ കണ്ണുകളിൽ കാണുവാനിടയായി. they were able to witness wonder with their own eyes. ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ When sorrows and pains creep into our life, നിരാശപ്പെട്ടു പോകരുത്. അത്ഭുതങ്ങൾ ചെയ്യുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. be not frustrated, because our God is able to do miracles in your life. വിശുദ്ധ ലൂക്കോസ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ Coming to John's Gospel, chapter 2, അതിന്റെ 3-ാം വാക്യം verse number 3. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. This is what we come across there. വീഞ്ഞ് തീർന്നു, As wine is exhausted. വീഞ്ഞ് തീർന്നു, Wine is exhausted. ആളുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. Plenty of visitors are coming. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇതിന്റെ നടുവിൽ ഒരു ശബ്ദം മുഴങ്ങുന്നു, ഇല്ല ഇല്ല. In the midst of your voice comes out, wanting, wanting. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. യേശു ക്രിസ്തുവിന്റെ വാക്കനുസരിച്ച് ശിഷ്യന്മാർ, ബാല്യക്കാർ ഇതാ വെള്ളം നിറച്ചു. Heading to the advice of Lord Jesus Christ, the disciples, the servants filled water. യേശുവിന്റെ വാക്കിന് മുമ്പിൽ
ഇതാ വെള്ളത്തിന്റെ നിറം മാറുന്നു. At the word of Lord Jesus Christ, the color of the water is changing. അതിന്റെ രുചി മാറുന്നു. The taste is changing. അതിന്റെ ഗുണം മാറുന്നു. The nature is changing. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നമ്മുടെ യേശുവിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്താൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. If we give room for Jesus in our life, the result shall be miracle. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. Believe in Jesus, then you and your family shall be saved. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അബ്രഹാമിനോട് സാറയോട് ദൈവം എന്താണ് പറയുന്നത്? What did the Lord say to Abraham and Sarah? ദൈവത്തിന് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? Is there anything hot for the Lord? ജീവിതത്തിൽ മടുപ്പ് പ്രവേശിച്ചപ്പോൾ, As dismayal entered the life, ഇവര് തന്നെ വിശ്വാസം അത് നഷ്ടപ്പെട്ടിട്ട് ചില വാക്കുകൾ പുലമ്പി പറയുവാൻ തുടങ്ങി. they themselves fell off from the faith. They started muttering certain words of unbelief. ഇസ്മായേൽ ജീവിച്ചിരുന്നാൽ മതി. Ishmael, if he remains alive, we are satisfied with. ഇസ്മായേൽ ജീവിച്ചിരുന്നാൽ മതി. If Ishmael remains alive, it is good for us. നീ എനിക്ക് വാഗ്ദത്തം ചെയ്ത ആ പൈതൽ ഇസഹാക്കിനെ എനിക്ക് കിട്ടിയില്ലെങ്കിലും സാരമില്ല. No matter if I do not get that seed, promised Isaac. ഇസ്മായേൽ ജീവിച്ചിരുന്നാൽ മതി. It is good if Ishmael remains alive. അപ്പോഴാണ് ദൈവം പറയുന്നത്, യഹോവയ്ക്ക് കഴിയാത്തത് വല്ലതുമുണ്ടോ? Meanwhile, the Lord is rhetorically asking, is there anything too hot for the Lord? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, listening to the word of God tonight. നമ്മുടെ ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. Our God who made the promise is faithful. ദൈവത്തിന്റെ അത്ഭുതത്തെ കണ്ട അബ്രഹാം വിശ്വാസത്താൽ പറയും, എന്റെ ദൈവം വിശ്വസ്തനാണ്. Where Abraham who witnessed the promises of God, what does God say? My God is faithful. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിന്റെ 1 വാക്യം. Book of Genesis chapter 21, the first verse. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവം വാഗ്ദത്തം ചെയ്തത് ദൈവം നിവർത്തിച്ചു The കൊടുത്തു. Lord did unto Sarah as he had spoken. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുമ്പോൾ, As you listen to the word of God tonight, പ്രിയപ്പെട്ടവർ ഓർക്കണമേ, the beloved ones, bear in mind. നിങ്ങളുടെ വിശ്വാസം ബലപ്പെടുവാൻ ഞാൻ ചോദിക്കട്ടെ. Let me ask you, in order to strengthen your faith, കഴിഞ്ഞ നാളുകളിൽ എന്റെ ദൈവം എനിക്ക് എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, during the last days, if my God has made any promise in my life, ആ വാഗ്ദത്തത്തിൽ എന്റെ ദൈവം വിശ്വസ്തനായിരുന്നു my God remains faithful in his promises. എന്ന് പറയുവാൻ കഴിയുന്ന ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്? Is there any soul in this congregation who can claim so? അവർ മാത്രം സാക്ഷ്യത്തിനായി തങ്ങളുടെ കരങ്ങളെ ഉയർത്തട്ടെ. Will you please lift your hands to bear testimony? മറ്റുള്ളവരുടെ വിശ്വാസം ബലപ്പെടുവാൻ ഞാൻ പറയട്ടെ, കരങ്ങൾ ഉയർത്തട്ടെ. Come on, lift your hands so that the faith of others can be strengthened. അതേ, നമ്മുടെ ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. True, the Lord who made the promises faithful. നമ്മുടെ ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. Our God who made the promises faithful. അവന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല. There's no change to his faithfulness. അവൻ ഏകനായി അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. He is one of miracles, being alone. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവം വിശ്വസ്തനാണെന്ന് അറിഞ്ഞ അബ്രഹാം, Abraham who could understand that God would be faithful, ദൈവം അത് ചെയ്യുവാൻ ശക്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, believing that God was able to do the same, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരംഭിച്ചു. he started glorifying God. റോമാലേഖനം 4 അധ്യായം അതിന്റെ 20 വാക്യം. Epistle Romans chapter 4 verse number 20. റോമർ 4:20 വാക്യം. Romans 4 verse 20. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. അവിശ്വാസത്താൽ സംശയിക്കാതെ, He staggered not at his promise because of unbelief, വിശ്വാസത്താൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. but is strong in faith, giving glory to God. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കണം, Beloved ones, listen to the word of God should bear in mind. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം Glorifying God, which means സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ അവനെ മഹത്വപ്പെടുത്തുന്നു. he that offers a praise, that's a sacrifice, glorifies God. നാം നമ്മുടെ ദൈവം ചെയ്തു തരുവാൻ ശക്തനാണെന്ന് വിശ്വസിച്ചിട്ട്, As we believe our God is able to do the same in our life, നാം വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യണം. with the faith we must offer praises unto God. കർത്താവേ, നീ എന്നെ സൗഖ്യമാക്കുവാൻ ശക്തനാണ്, സ്തോത്രം. Oh Lord, I praise thee for the one able to heal me.
കർത്താവേ നീ എന്നെ രക്ഷിപ്പാൻ ശക്തനാണ്, സ്തോത്രം. Oh Lord, I thank you for you are able to just help me, deliver me. കർത്താവേ നിനക്ക് കഴിയാത്തത് ഒന്നുമില്ല, സ്തോത്രം. Oh Lord, I thank you for there is nothing hard for thee. ഇങ്ങനെ നാം സ്തോത്രം ചെയ്യുമ്പോൾ Thus, as we keep on thanking God, ആ മഹത്വം കൊടുക്കുന്നതിനനുസരിച്ച് according to the proportion with which we glorify God, ദൈവത്തിന്റെ സർവശക്തി നമ്മുടെ കണ്ണുകളിൽ നമുക്ക് കാണാം. we can witness the omnipotence of God with our own eyes. അബ്രഹാമിന്റെ ഈ വിശ്വാസ ജീവിതത്തെ It is in this faith life of Abraham. ഞാൻ അനേക ദൈവമക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. I used to teach to many people of God. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അവർ സ്തോത്രം ചെയ്ത് അത്ഭുതങ്ങളെ പ്രാപിച്ചിട്ടുണ്ട്. They praise God and experience miracles. അങ്ങനെ അത്ഭുതങ്ങൾ പ്രാപിച്ചിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? In this congregation is anyone who has experienced miracle from the Lord by praising ആ God? കരങ്ങൾ കർത്താവെന്ന് കാണട്ടെ. May the Lord witness your hands. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. God is a God of miracles. നമ്മുടെ ദൈവം അതിശയങ്ങളുടെ ദൈവമാണ്. He is a God of wonders. നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. There is nothing hard for the Lord. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. അബ്രഹാം സർവശക്തനായ ദൈവത്തെ വിശ്വസിച്ചു. Abraham believed the Almighty God. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. There is nothing impossible with this God. അതുകൊണ്ട് അബ്രഹാം ചിന്തിച്ചത് ഇപ്രകാരമാണ്. Therefore, this is a thought that went through in Abraham. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്റെ മകനെ മടക്കി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. Abraham believed, my God is able to restore my son from among the dead. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. Hebrews chapter 11 verse 19. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്റെ മകനെ മടക്കി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. My God is able to retrieve my son from the dead. ഇല്ലായ്മയെ പരിഹരിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് മാത്രമല്ല, Not only my God is able to fulfill all that is wanting. മകനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി തരുവാൻ എന്റെ ദൈവത്തിന് സാധിക്കും. My God is able to rise back my son from the dead. ഇത് അബ്രഹാമിന്റെ ഒരു വിശ്വാസമായിരുന്നു. This was a source of faith of Abraham. ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയുമോ? You know the backdrop of this one. ഒരിക്കൽ സർവശക്തനായ ദൈവം പറഞ്ഞു അബ്രഹാമിനോട്, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ എനിക്ക് യാഗമാക്കണം. In one context, the Almighty God direct Abraham to sacrifice his only beloved son unto him. നമ്മുടെ ദൈവം നരബലി ഇഷ്ടപ്പെടുന്ന ദൈവമല്ല. Our God is not delighted in human sacrifice. പക്ഷെ നരബലിയുള്ള ആരാധനയിലൊക്കെ ആയിരുന്ന മനുഷ്യൻ ഈ കൽദയ പട്ടണമായ ഊരിലായിരുന്നപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണോ താൻ അതിന് തയ്യാറായി? But the very man who was owned the city of Chaldeans, the man who was following that worship of sacrifice human beings, as God directed, he was prepared to do it. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. തന്റെ ഭാര്യയോട് പോലും പറയാതെ കുഞ്ഞുമായിട്ട് മോറിയാമല കയറുകയാണ്. Without communicating even with his own wife, with his son, he was trekking on Mount Moriah. ദീർഘനാൾ കാത്തിരുന്ന് കിട്ടിയ ആ കുഞ്ഞിനെ എടുത്ത് സന്തോഷിച്ച് കടന്നു വരുന്ന ബാല്യക്കാർ. It is the servants who are just playing with the very son whom Abraham received after prolonged tarrying. ഇവരുമായിട്ട് മോറിയാമല കയറിയാൽ ഒരിക്കലും എന്റെ ദൗത്യം പൂർണ്ണമാകില്ല. The servants will take on Mount Moriah. My obligation cannot be fulfilled. അബ്രഹാം ഇപ്രകാരം പറയുന്നു ബാല്യക്കാരോട്. Abraham says to the servants, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനും എന്റെ കുഞ്ഞും പോയി യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം. you stay here, let me go with my son, offer the sacrifice and will return. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അവൻ വിശ്വാസത്തിന്റെ വാക്കാണ് പറയുന്നത്. He uttered the statement of faith. ഞങ്ങൾ മടങ്ങി വരാം. We'll come back. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അബ്രഹാം മോറിയാമലയിൽ പ്രവേശിച്ചു. Abraham trekked on Mount Moriah. കുഞ്ഞിനെ യാഗപീഠത്തിൽ വെച്ചു. The child was cut upon the altar. അതിനുശേഷമായി അവൻ ആ കത്തി എടുത്തു. Thereafter he took the chopper. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. God started talking to Abraham. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എന്നാൽ അതിനു മുമ്പ് അബ്രഹാമിന്റെ മനസ്സിൽ ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. Beforehand, Abraham had a sound faith in him. എന്റെ ദൈവം പറയുന്നത് പോലെ ഞാൻ ചെയ്യും. I will do what's directed by my God. ഞാൻ എന്റെ കുഞ്ഞിനെ യാഗമാക്കും. I will offer sacrifice as my God, my child. അതിനുശേഷമായി ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി ഇത് ചാമ്പലായി തീരും. Thereafter, fire of God shall come down. This shall be consumed to ashes. പക്ഷേ ഞാൻ അവിടുന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഞാൻ എന്റെ ദൈവത്തോട് ഇപ്രകാരം പറയും. Before making my steps return,
I'll say this to God. എന്റെ ഭാര്യയോട് ചോദിച്ചല്ല ഞാൻ ഇവിടെ വരെ വന്നത്. I haven't come here seeking permission with my wife. എന്റെ ബാല്യക്കാരുടെ അനുമതി ചോദിച്ചല്ല ഞാൻ ഇവിടെ വന്നത്. I did not take the permission of my servants to come here. നീ പറഞ്ഞതുപോലെ ഞാൻ എന്റെ പൈതലിനെ ഇവിടെ യാഗമാക്കി. According to the direction, I offered my child as a sacrifice here. എനിക്കറിയാം എന്റെ ദൈവത്തിന് ഈ ചാമ്പലിൽ നിന്ന് ഈ കുഞ്ഞിനെ തിരിച്ചു തരുവാൻ കഴിയുമെന്ന്. I know my God is able to retrieve my child from the ashes. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈ കുഞ്ഞിനെ ഈ ചാമ്പലിൽ നിന്ന് തിരിച്ചു തരാതെ ഞാൻ ഇവിടെ നിന്ന് പോകുകയില്ല. Before returning home, I'm asking you, oh Lord, unless you retrieve my child from the ashes, there's no question of going back. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. There is nothing too hard for the Lord. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:9 നാം വായിക്കുന്നത്, Wherefore coming to Matthew's Gospel, chapter 3, verse number 9. ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉരുവാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. Our God is able to raise some children from the stones. നമ്മുടെ ദൈവത്തിന്റെ കഴിവുകളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, What we think about the ability of our God. യിരെമ്യാ പ്രവചനം 32:17 വരുമ്പോൾ, Book of Jeremiah, chapter 32, verse number 17. അവൻ മഹാശക്തി കൊണ്ട് സകലതും ഉണ്ടാക്കുന്ന ദൈവമാണ്. With his great might, he is creating everything. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. 115 സങ്കീർത്തനം അതിന്റെ 3 വാക്യം വായിക്കുമ്പോൾ, Psalm 115, verse number 3. അവന് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുവാൻ അവൻ കഴിവുള്ളവനാണ്. He is able to do what all he pleases. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Wherever child of God who is listening to the word of God tonight, നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. there is nothing impossible with our God. അടുത്തതായി, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. Further, there is nothing which is too hard for the Lord. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. There is nothing that's too difficult with our God. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. There is nothing impossible with our God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം എല്ലാ അസാധ്യങ്ങളെയും സാധ്യമാക്കുന്നു. By the power of the Holy Spirit of God, the Lord is making every impossibility into possibility. മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ സാധ്യം. That which is impossible to human beings is possible with God. മനുഷ്യന് പലതും അസാധ്യമാണ്. It is difficult for many things for man to do. എന്നാൽ ദൈവത്തിന് സകലതും സാധ്യമാണ്. How it is with God, everything is possible. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായം അതിന്റെ 27 വാക്യത്തിലേക്ക് വരുമ്പോൾ, Coming to Luke's Gospel, chapter 18, verse number 27. അതിന്റെ 27 വാക്യം, Let's read verse number 27. മനുഷ്യരിൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകും. The things which are impossible with men are possible with God. ഇവിടെ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഭാഗം ദൈവവചനത്താൽ ഉണ്ടാകുന്ന ഒരു ആത്മിക ജനനത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. In that passage we understand a spiritual birth that takes place by the word of God. ഒരു ആത്മിക ജനനം. A spiritual birth. ഇവിടുത്തെ വിഷയം എന്താണ്? What's the subject debated here? ഒരു യവനക്കാരൻ വന്ന് ചോദിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കണം. A young man comes and asks the Lord, I want to attain eternal life. അവൻ ഒരു നല്ല മനുഷ്യനാണ്, He was a gentleman, ധനികനാണ്. rich man. അവനെ സൂക്ഷിച്ച് യേശു നോക്കുമ്പോൾ The Lord stared at him. അവൻ നിത്യജീവൻ പ്രാപിപ്പാൻ വലിയ ആഗ്രഹം. He had a great desire to attain life everlasting. പക്ഷേ തന്റെ ജീവിതത്തിൽ ന്യായപ്രമാണം വ്യക്തമായി ആചരിക്കുന്ന ഒരു മനുഷ്യൻ. He was a man who was closely observing the law. എന്നാൽ ജീവനിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായിരിക്കുന്നത് തന്റെ ധനമാണ്. There are some hindrances which hinder him to enter eternal life, which is his riches. ദൈവത്തിന്റെ വാക്കുകളിൽ, യേശു പറഞ്ഞ വാക്കുകളിൽ അവൻ ദുഃഖിക്കുന്നു. He became sorrowful at the reply of the Lord. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇതാ ദുഃഖത്തിന്റെ നടുവിൽ അവൻ വിട്ടുപോകുമ്പോൾ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ എങ്ങനെ മനുഷ്യന് സാധിക്കും? Yet there was a sorrow as he was leaving off. He asked unto the Lord, if so, how can it be done? അതിന്റെ 27 വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. Read again verse 27. അതിന് അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധിക്കും. The things which are impossible to men are quite possible with God. ആത്മരക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. Attaining the salvation soul that cannot be done with the human effort. ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി ചെയ്തു തരാവുന്ന കാര്യമല്ല. It cannot be done by another man for us.
സ്വന്തം പരിശ്രമത്താൽ ഒരു വ്യക്തിക്കും അത് With സാധ്യമല്ല. his self-effort, a person cannot attain it. ചെളിക്കുണ്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ആ ചെളിയിൽ നിന്ന് സ്വതവേ രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത് പോലെയാണ് പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന മനുഷ്യൻ സ്വതവേ രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത്. It is like a man who is in the quack man, he attempts to rescue himself. A man who is in the horrible pit of sin wants to save another person. അവൻ സ്വതവേ രക്ഷപ്പെടുവാൻ ശ്രമിക്കും തോറും ആഴത്തിലേക്ക് ആണ്ടുപോകുകയുള്ളൂ. The more he attempts to rescue himself, the deeper and deeper he pulls down. എന്നാൽ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിലവിളിച്ചാൽ, ആരെങ്കിലും ഒരാൾ കരം നീട്ടിയാൽ അവൻ രക്ഷപ്പെടും. If a person wants to save himself, he cries aloud. If somebody stretches out the hand, there is some source of rescuing. സ്വയ പരിശ്രമത്താൽ ഒരു വ്യക്തി രക്ഷപ്പെടുകയില്ല. The self-effort, a person cannot attain this salvation. അത് ദൈവത്താൽ മാത്രം സാധിക്കേണ്ടുന്ന കാര്യമാണ്. That can be effected only by the power of God. കർമ്മമാർഗങ്ങളാലോ, By means of philanthropic deeds, പുണ്യസ്ഥല സന്ദർശനത്താലോ, by making pilgrimages, നേർച്ച കാഴ്ചകളാലോ making vows and offerings. ഒരിക്കലും ഒരു മനുഷ്യനും രക്ഷപ്പെടുവാൻ കഴിയില്ല. Never, no man can attain this salvation. അതിനുള്ള വഴി ദൈവത്താൽ മാത്രം. The only way is through God. തീത്തോസിന്റെ ലേഖനം 3:4 വരുമ്പോൾ, Coming to epistle Titus chapter 3 verse number 4. 4 മുതലുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. Let's read verse 4 onwards. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, നാം ചെയ്ത നീതി പ്രവൃത്തികളാൽ അല്ല, തന്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. തന്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. Not by the works of righteousness, but by the mercy of God he had saved us. നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ നാം രക്ഷപ്പെടില്ല. With our potentiality, with our capability, we cannot get saved. നാം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. Such responsibilities that we have to comply with. അത് വിശ്വാസത്തിന്റെ ചില പ്രവൃത്തികളാണ്. Such works of faith on our part. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന ഒരു കാര്യം, However, there is something that the Lord has done for us. അതെ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ സകലതും നിവർത്തിയാക്കി. He finished everything for our salvation. അത് നമ്മോടുള്ള കരുണയാൽ. That's because of the mercy towards us. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇയ്യോബിന്റെ സങ്കീർത്തനം 49:7 നാം വരുമ്പോൾ, Coming to Psalm 49 verse number 7. അവിടെ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, That the psalmist says, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവനോട് ഇരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ ആർക്ക് കഴിയും? none of them can by any means redeem his brother, nor give to God a ransom for him that he may not see death and hell. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. നമ്മെ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്ക് കഴിയും? Who can redeem us? Who can offer ransom for us? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10:45 വരുമ്പോൾ, Coming to Mark's Gospel chapter 10 verse 45. യേശുക്രിസ്തുവിന്റെ ജീവത്യാഗത്തിന്റെ ലക്ഷ്യം നമുക്ക് ആ വാക്യത്തിൽ കാണാം. In that verse we come across ultimate purpose of the sacrifice of Lord Jesus Christ. വായിച്ചാട്ട് 45 വാക്യം. Please go through. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ വന്നു. The Son of Man came to give his life as a ransom for all. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇന്ന് രാത്രി ദൈവവചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, incline into the word of God tonight. നമുക്ക് വേണ്ടി ജീവനെ മറുവിലയായി തന്ന ഒരുവൻ, There is one who paid his life ransom for us. അതേ മനുഷ്യന് കടന്നു വന്ന് നമ്മെ സഹായിപ്പാൻ കഴിയാത്ത സ്ഥലത്ത്, Area when human beings cannot come and extend help. നമ്മുടെ അപ്പനും അമ്മയും നമ്മെ ഉപേക്ഷിച്ച സ്ഥലത്ത്, The place where father mother disowned us. നമ്മുടെ സ്വന്തം ബന്ധങ്ങൾക്ക് കടന്നു വരുവാൻ കഴിയാത്ത സ്ഥലത്ത്, Wherever kith and kin cannot pay visit. അതേ കടന്നു വന്ന് നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. This Almighty God who is able to step in and help you. അതേ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, We cannot be redeemed with corruptible things such as the silver and gold. ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, By the precious blood of Lord Jesus, which is unblameable and undefiled. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഈ രക്തത്തിന്റെ ഫലമായിട്ടാണ് നാം വിടുവിക്കപ്പെടുന്നത്. Consequent to this blood only, we attain deliverance. നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. There is nothing impossible with our God. നമ്മുടെ ദൈവത്തിന് സകലതും സാധ്യം. There is everything possible with our God. ദൈവത്തിന് കഴിയാത്തത് വല്ലതുമുണ്ടോ? Is there anything too hot for the Lord?
നമ്മുടെ ദൈവം ഏകനായി അത്ഭുതങ്ങളെ ചെയ്യുന്നു. Being alone, our God does wonderful things. നമ്മുടെ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇന്നും കഴിയും. Even today, our God is able to do wonderful things. അതിന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നാം ചെയ്യണം. For the same purpose, on our part, in our personal life, we have to comply with certain responsibilities. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്റെ യേശു എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുടെ ഇരിപ്പുണ്ട്? Let me ask you, in this assembly, how many believe my God is able to just heal me? എന്റെ പാപത്തിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ എന്റെ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുടെ ഉണ്ട്? How many can believe that my God is able to save me from the clutches of my sin? എന്റെ ദൈവത്തിന് എന്റെ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ വെളിയിൽ കൊണ്ടുവരുവാൻ കഴിയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? How many believe my God is able to liberate me from the bogies of sufferings in my life? അതെ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. Why those who believe these signs shall take place? ഇത് ദൈവം ചെയ്യണമെങ്കിൽ നമ്മിൽ ചില കാര്യങ്ങൾ നടക്കണം. If God is to perform this in our life, we have to do a few things. അത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. That's the oak of the faith. അതിൽ ഒന്ന് വിശ്വാസം. ദൈവത്തിന്റെ വചനത്താൽ വിശ്വാസം നമ്മിൽ ഉരുവാകണം. Or which one thing is, by the word of God, there should be the germination of faith in us. ദൈവത്തിന്റെ വചനം നമ്മിൽ ഉരുവാകണം. The word of God should be coined within us. ദൈവത്തിന്റെ വചനം നമ്മിൽ സ്ഥാപിതമാകണം. The word of God should be established in us. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഈ ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. This word of God synchronizes our Lord Jesus Christ. അത് ഐശ്വര്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. Richly, there should come into our life. യോഹന്നാൻ അതിനെ കുറിച്ച് പറയുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. John says, as many as receive him and believe in his name. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് വരണം. With the help of the Father, the Holy Spirit of God, the word of God should be sown in our heart. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവവചനം നമ്മിൽ ഉരുവാകണം. The word of God should be coined in us. ദൈവവചനത്താൽ അല്ലാതെ അസാധ്യങ്ങൾ സാധ്യമല്ല. Except with the word of God, impossibilities cannot be made possibilities. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഈ കാണുന്ന ആകാശവും ഭൂമിയും ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. The person, heaven and the earth have been created by the powerful word of God. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, In the words of the psalmist, ഞാൻ എന്റെ കണ്ണ് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഉയർത്തും. I lift my eyes unto the mountain from which എനിക്ക് my help comes. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? From where does my help come? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നാണ്. That comes from the very Lord who created the heavens and the earth. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ദൈവത്തിന്റെ വചനം നമ്മിൽ കടന്നു വരണം. The word of God should come into our life. രണ്ടാമത് സാധിക്കേണ്ടുന്നത്, The second possibility, ഈ വചനത്താൽ ഒരു വിശ്വാസം നമ്മിൽ ഉരുവാകണം. we have to build up a faith through this word of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. Mark's Gospel chapter 9 verse number 23. അതിന്റെ 23-ാം വാക്യം. Verse 23. യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. യേശുവിനോട് ചോദിക്കുകയാണ്, നിന്നാൽ കഴിയുമെങ്കിൽ. He answered to Jesus, if you can. യേശു പറയുകയാണ്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ. Yes, can. Do you say, if you can? വിശ്വസിക്കുന്നവനാൽ സകലതും കഴിയും. All things are possible with the one who believes. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. വിശ്വസിക്കുന്നവനാൽ സകലതും കഴിയും. All things are possible to him that believes. വിശ്വസിക്കുമെന്ന് അറിഞ്ഞപ്പോൾ വിശ്വസിച്ച ഈ മനുഷ്യൻ എന്താണ് ചെയ്തത്? On knowing that he believes, what does he do? അതിന്റെ 24-ാം വാക്യം. Verse number 24. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. Oh Lord, I do believe. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. Oh Lord, I believe. നിനക്ക് കഴിയും. You can. നിനക്ക് കഴിയും. You can. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലേ, Tonight, beloved child of God who is in the presence of God, നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അലറി കരയുവാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ, if anybody is prepared to cry aloud believing my God can, ഇന്ന് രാത്രി ദൈവം നമ്മുടെ മധ്യയെ അത്ഭുതങ്ങൾ ചെയ്യും. tonight the Lord is going to work out miracles in our midst. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ബർത്തിമായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിരുന്നു. A man Bartimaeus has heard of Jesus. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. He is the one who is performing miracles. അതിശയങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. He has done wonders. കാനാവിൽ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. At the marriage house of Cana, he translated water into wine. അവൻ കുരുടരെ സൗഖ്യമാക്കി. He gives vision to the blind. മുടന്തരെ
നടക്കുമാറാക്കി. He makes the lame walk. അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. He did miracles. പക്ഷേ ഇവൻ കണ്ണു കാണാത്തവനാണ്. But this man is a blind one. ഇവൻ ഈ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. Simply he had heard of the Lord. പക്ഷെ അവനെ കണ്ടിട്ടില്ല. He couldn't see him. ഒരിക്കൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ Once he was begging for alms, ഒരിക്കൽ അവന്റെ കാതുകൾ ഒരു ശബ്ദം കേട്ടു. a voice was ringing his ears. അവൻ കേട്ട ശബ്ദം എന്താണ്? What's the voice that he heard? ചോദിച്ചു, ഈ ശബ്ദം എന്താണ്? He's asking, what is the clamor? അവൻ പറഞ്ഞു, നീ പണ്ട് കേട്ട നസറയൻ ഇതാ ഈ വഴിയായി പോകുന്നു. They replied, the Nazareth that whom you heard about is passing by this way. യേശു ഈ വഴിയായി പോകുന്നു. Jesus is passing by this way. അവൻ അലറി കരയുവാൻ ആരംഭിച്ചു. He started crying aloud. ദാവീദ് പുത്ര, എന്നെ കടന്നു പോകരുത്. No, son of David, do not leap over me. യേശുവേ, എന്നെ കടന്നു പോകരുത്. No, Jesus, do not sleep over me. അവൻ അലറി കരയുവാൻ ആരംഭിച്ചു. He started crying aloud. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇവന്റെ കരച്ചിലിന് മുമ്പിൽ യേശു നിന്നു. Because crying, Jesus stood. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, inclining to the word of God tonight. നിന്റെ കരച്ചിലിന് മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. There's a God who will stand before your cry. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. There's a God who is able to wipe out your tears. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. There's a God who is able to do wonders for you. കരയുമ്പോൾ നിന്റെ അടുക്കൽ വരുന്നവൻ. As you cry, he comes closer to you. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ബെഥാന്യയിലെ ലാസറിന്റെ ഭവനത്തിലേക്ക് യേശു ചെന്നു. Jesus visited the house of Lazarus at Bethania. യേശു അവിടെ ചെന്നപ്പോഴേക്കും ലാസറിനെ അടക്കം ചെയ്തു കഴിഞ്ഞു. Once Jesus visited, this Lazarus had been buried already. യഹൂദ റബിമാർ ഈ ലാസറിന്റെ സഹോദരിമാരുടെ അടുക്കൽ നിന്നുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കുക. The Jewish rabbis standing beside the sisters of Lazarus were comforting her. ദുഃഖമില്ലാത്ത മനുഷ്യരില്ലല്ലോ. There's people with sorrow. എല്ലാവർക്കും ഉണ്ട് ദുഃഖങ്ങൾ. All are sorrowful. സാരമില്ല, No matter. ആശ്വസിപ്പിക്കാം, Let's comfort. ആശ്വാസം കൈക്കൊള്ളാം. You can have succor. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ The uttered statements of solace. ഇതാ ഒരു സഹോദരി ഓടി വന്നൊരു സദ്വർത്തമാനം അറിയിച്ചു. Behold, one sister comes and gives good tidings. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. The master has come. He calls you. ആ ശബ്ദം കേട്ടപ്പോൾ അവൾ ഓടിച്ചെന്നു. On hearing that shout, she rushed to the spot. യേശു അവളോട് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? You know what's the statement made by Jesus to her? അവനെ വച്ചത് എവിടെയാണ്? Show me where he was laid. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഏതോ ഒരു അത്ഭുതം കാണുവാൻ ഇതാ യേശുവുമായി കല്ലറയുടെ വാതിക്കലേക്ക് അവൾ ചെന്നു ചേർന്നു. Behold, she comes to the mouth of sepulchre to witness a miracle with Jesus. യേശു പ്രകാരം പറയുന്നു, Jesus said so. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം. If you believe, you can see the glory of God. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. If you believe, you can see the glory of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, hearing the voice of God tonight. നിന്റെ ദൈവത്തിന് നിന്നെ സഹായിപ്പാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുമെങ്കിൽ, If you believe, your God is able to help you. നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. He is a God of wonders. നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. He is a God of miracles. അവന് കഴിയാത്തത് ഒന്നുമില്ല. There is nothing too hard for him. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. മൂന്നാമതായി നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടുന്നത് The third aspect to be found in our life is ഒരു ആശ്രയ a ജീവിതമാണ്. life of dependence. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. കർത്താവേ, എനിക്ക് ആരുമില്ല. Oh Lord, I have none. നീ അല്ലാതെ എനിക്ക് ആരുമില്ല. Except today, I have nobody else. ഞാൻ അവിടെ ഇവിടെയും ഓടി നടന്ന് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കില്ല. I visit here and there and will make no attempt to rescue myself. പോയാൽ ഒട്ടും ഫലവുമില്ല. And if I go, it is not fruitful. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദം ഇപ്രകാരമായിരിക്കും. As you visit the hospitals, you can hear such a cry. ചെല്ലുമ്പോൾ പണമുള്ളൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞാൽ നന്നായിട്ട് ചികിത്സ തരും. As you go there, if they understand you are a rich person, you will be treated well. പണം മുഴുവൻ തീരാറാകുമ്പോൾ, But the end amount is drained out. അവരുടെ കഴിവുകൾ മുഴുവൻ ചെലുത്തിയിട്ടും രക്ഷപ്പെടുന്നില്ലെന്ന് കാണുമ്പോൾ They apply all their expertise. It proves to be futile. അവർ പറയുന്ന ഒരു വാക്കുണ്ട്, The statement they articulate, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. we did in the most possible extent. ഇനി ദൈവം വല്ലതും ചെയ്തെങ്കിലേ ഉള്ളൂ. If God does something, that can be fruitful. എന്നാ ഇത് നേരത്തെ അങ്ങ് പറയണ്ടേ. They could have said this already. ഇത് നേരത്തെ പറയണ്ടേ. They could have said this already. ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ നമ്മെ തള്ളിക്കളയില്ല. To trust in the Lord, He will never disown you.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Blessed is the man who trusts in the Lord, whose trust is God alone. എത്ര പേർ വിശ്വസിക്കുന്നു? How many believe? എന്റെ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ എന്നെ കൈവിടില്ല. If you trust in the Lord, He will never leave me. എന്റെ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല. If you trust in the Lord, He will never dispose me. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു, Trusting in the Lord, David said so. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. By you, I leap over your host. നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും. By you, I'll overpass a wall. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, listening to the voice of God tonight. നിന്റെ ദൈവത്തിന് സകലതും സാധിക്കും. Everything is possible with your God. ഈ ദൈവത്തിലുള്ള ഒരു ആശ്രയം നിനക്കുണ്ടെങ്കിൽ If you build up a trust in this God, ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. our God is able to do wonders in our life. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇനി അടുത്തതായി നമ്മിൽ കാണേണ്ടുന്നത് ഒരു അഭിഷേകമാണ്. Further on, we must develop an anointing. ദൈവം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനേറ്റൊരു അഭിഷേകം നമ്മുടെ മേൽ വരണം. If God is to do something for the same purpose, you must have an anointing. രക്തസ്രാവക്കാരിയായ സ്ത്രീയെ യേശു തൊട്ടപ്പോൾ, യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രം അവൾ തൊട്ടപ്പോൾ, As a woman suffering the issue of the blood touched at the helm of the garment of Jesus, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. power came out of Jesus. ആ നിമിഷം അവൾ സൗഖ്യമായി. Where is the moment she was healed? ഒരു കൂനിയായ സ്ത്രീ A stooped woman. യേശുവളെ സ്പർശിച്ചപ്പോൾ As Jesus touched her, അവൾ സൗഖ്യമായി. she was healed. അവൾ ക്ഷണത്തിൽ എഴുന്നേറ്റ് നിന്നു. The same moment she stood upright. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. നമ്മുടെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ If we develop an anointing, നിശ്ചയമായും ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. indeed, there is nothing impossible with our God. ആ അഭിഷേകം നമ്മിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. This anointing is able to do mega things in our life. ഇന്ന് രാത്രി നാം പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം Tonight, the very word of God that is preached unto you, അതെ നമുക്ക് ശക്തി നൽകുന്നതാണ്. the simple supply strength in our life. ആ ശക്തിയാൽ നാം വിടുവിക്കപ്പെടുവാൻ പോകുകയാണ്. The same strength we are going to be delivered. ആ ശക്തിയാൽ നാം അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. With the strength, with the same power, we are going to be blessed. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, Let me tell all the beloved people in this assembly. നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ, Suppose there's an anointing operating in you. ദാവീദിനോട് ചേർന്ന് നമുക്ക് ധൈര്യമായി പറയുവാൻ സാധിക്കും. Along with the David, we can boldly confess. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദാവീദിന്റെ മേൽ അഭിഷേകം ഉണ്ടായിരുന്നത് കൊണ്ട്, As the anointing of God was upon David, അതേ തനിക്കറിയാം തന്നെ കൊണ്ട് അസാധ്യമായതൊന്നില്ല. he knew he could do nothing. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. Therefore David says, by you I leap over the horse. നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും. Through you I leap over the wall. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, incline to the word of God tonight. ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ, If the anointing of God is upon our life, ശത്രുവിന്റെ വെല്ലുവിളി കേട്ട് നമ്മൾ ഭയപ്പെടില്ല. on here the challenge the devil, we will not be frightened. എത്രയെത്ര നാളുകളായി സാത്താൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് നേരെ വെല്ലുവിളിക്കുന്നു. For days together, the devil has been challenging our personal life. അഭിഷേകം നഷ്ടപ്പെട്ടു പോയ പലരും ആ വെല്ലുവിളി കേട്ട് ഭയപ്പെടുമ്പോൾ, Many people who lost anointing, on hearing the clamor of the challenges and are frightened. മല്ലനായ ഗോലിയാത്തിന്റെ വെല്ലുവിളി കേട്ട് ഭയപ്പെട്ടപ്പോൾ, On hearing the challenge of the valiant Goliath and panic stricken, ദാവീദിന്റെ അഭിഷേകം ജ്വലിക്കാൻ ആരംഭിച്ചു. David's anointing started glittering. ദാവീദിന്റെ അഭിഷേകം ജ്വലിപ്പാൻ ആരംഭിച്ചു. David's anointing started shining. അവന്റെ അന്തരാത്മാവിൽ അവൻ കണ്ടു, Within the conscience he beheld. ഇന്ന് ഞാൻ ഇവന്റെ തല ആകാശത്തിലെ പറവയ്ക്ക് കൊടുക്കും. Today I will offer his head to the victim of prey as the fowls of the sky. ഇവൻ വെല്ലുവിളിക്കുന്നത് അവസാനത്തെ വെല്ലുവിളിയാണ്. The challenges he poses, the last one. ഇനി ഇവന്റെ ശരീരത്തിൽ നിന്ന് ഈ ശബ്ദം ഉയരുവാൻ ഞാൻ സമ്മതിക്കില്ല. From this body I will not permit this challenge to come out. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. അവന്റെ മേൽ വന്ന അഭിഷേകം ജ്വലിപ്പാൻ ആരംഭിച്ചു. Anointing came upon him and started functioning. അവൻ അഭിഷേകത്താൽ ഗർജിപ്പാൻ തുടങ്ങി. He started roaring with the power of anointing. അഭിഷേകത്തിൽ തൊടുത്തുവിട്ട കല്ല് ശത്രുവിന്റെ തിരുനെറ്റിയിൽ പതിച്ചു. The stone that was launched with the power of anointing, that is smote on the forehead of the enemy. ശത്രു അവന്റെ മുമ്പിൽ വീഴുവാനിടയായി. The enemy collapsed before him. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God,
incline to the voice of God tonight. ദൈവം നിനക്ക് തരുന്ന അഭിഷേകം സകല ശക്തികളെയും നിന്റെ പാദപീഠത്തിൽ കൊണ്ടുവരുന്നതാ. The anointing that God gives you is able to bring every enemy to your footstool. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തിയാ. That's exceeding power whereby you can subdue everything under your control. ഈ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. This vile body shall be fashioned unto this glorious body. നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. There is nothing impossible with our God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ പൈതലേ, Tonight, beloved child of God who had paid visit to the presence of God. അസാധ്യങ്ങൾ സാധ്യമാകണമെങ്കിൽ, If impossibility is to be possibility, അടുത്തതായി നമ്മിൽ കാണേണ്ടുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നാം വിശ്വസിക്കുക. further we must believe on the promises of God. ദൈവം എന്നോട് തന്നെയാണ് സംസാരിച്ചതെന്നുള്ള ഉറപ്പ് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, If you have the assurance, God himself spoke with me. നാളെ നീ കാണുവാൻ പോകുന്നത് അത്ഭുതങ്ങളായിരിക്കും. Tomorrow you are going to witness wonders. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, Let me ask the people of God who are in the presence of God tonight. ശുശ്രൂഷയുടെ ഇതേ സമയം വരെ So till this moment of this ministry, പ്രാർത്ഥനയിലൂടെ, through prayer, പാട്ടുകളിലൂടെ, through songs, സാക്ഷ്യങ്ങളിലൂടെ, through testimony, ദൈവവചനത്തിലൂടെ through the word of God, എന്റെ ദൈവം എന്നോട് തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുവാൻ ഉറപ്പുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? is anyone who is assured, my God has been speaking to me personally? അവർ മാത്രം നിങ്ങളുടെ കരങ്ങൾ ഉയർത്തട്ടെ. Will you please lift up your hands? അതെ, നിശ്ചയമായും ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. Truly, God is faithful in his promises. അവൻ വിടുവിപ്പാൻ ശക്തനാണ്. He is able to deliver you. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like to keep an incident before you. ഒരിക്കൽ ഒരു ദൈവദാസൻ Once a servant of God, ശത്രുവിനാൽ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടു. he was persecuted by the enemies. രക്ഷപ്പെടുമെന്ന് അല്പം പോലും തനിക്ക് വിശ്വാസമില്ല. He never thought that he would be rescued. എങ്കിലും താൻ ഒരു തീരുമാനമെടുത്തു. However, he made up his mind. എന്റെ അധ്വാന ഫലം ശത്രു കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. I never permit the fruit of my labor to be taken away by the enemy. ശത്രുവിന്റെ കയ്യിൽ തന്റെ ധാന്യം പെട്ടുപോകാതിരിക്കേണ്ടതിന്, In order not to be stand in the hands of his enemy, his own coin. അവൻ മുന്തിരിച്ചക്കിനരികെ വെച്ച് അത് മെതിക്കാൻ ആരംഭിച്ചു. Near the winepress, he started treading it. സർവശക്തനായ ദൈവം തന്നോട് സംസാരിച്ചു. Almighty God started conversing with him. അല്ലയോ പരാക്രമശാലിയേ, No, mighty man, യഹോവ നിന്റെ കൂടെയുണ്ട്. the Lord is with you. നീ ഈ ബലത്തോടൊപ്പോ Go thee with this thy strength. സർവശക്തനായ ദൈവം തന്നോട് സംസാരിച്ചു. Almighty God spoke with him. താൻ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു. He asked a question to the Lord. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ സംഭവിക്കുന്നതൊക്കെ എന്താണ്? If God is with me, why do I meet all these things? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അവൻ ദൈവത്തോട് ചില അടയാളങ്ങൾ ചോദിച്ചു. He asked God a few signs. അടയാളങ്ങളിലൂടെ ദൈവം തന്നോട് കൂടെയുണ്ടെന്ന് ഉറപ്പാക്കി കൊടുത്തു. Through signs it was confirmed God has been with him. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവം തന്നോട് വീണ്ടും ഇടപെടുവാൻ ആരംഭിച്ചു. The Lord started dealing with him again. നിനക്ക് ഇനിയും ഭയമുണ്ടോ? Still are you frightened? നിനക്ക് ഭീരുത്വമുണ്ടോ? Still are you have this cowardice? ഞാൻ നിന്റെ കൂടെയില്ലേ? I went with you. വാഗ്ദത്തങ്ങൾ നൽകി ദൈവം അവനെ ബലപ്പെടുത്തുവാൻ തുടങ്ങി. The Lord gave his promises and strengthened him. നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ പാളയത്തിലേക്ക്, ശത്രു പാളയത്തിലേക്ക് പോകുക. If you're doubtful, move to the camp of the enemy. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. Glory be to the Lord. രാത്രിയിൽ അവൻ നടക്കുവാൻ ആരംഭിച്ചു. He started walking during the night. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്റെ പാളയത്തിൽ എത്തിച്ചേരുവാൻ ചിന്തിച്ചാണ് അവൻ പുറപ്പെട്ടത്. Before the day breaks, he wanted to reach the camp. പ്രഭാതയാമത്തിൽ ഒരുവൻ കുടിലിൽ എഴുന്നേറ്റിരുന്ന് മറ്റവനോട് ഒരു ദർശനം പറഞ്ഞുകൊണ്ടിരിക്കുക. At the watch of the morning, one person got up and he was describing a vision to the neighbor. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. Last night I had a dream. അത് ഇപ്രകാരമാണ്. This is the dream. ഒരു യവത്തപ്പം ഉരുണ്ടു വരുന്നു. It is a barley loaf was rolling and coming. അത് പാളയത്തെ തകർക്കുന്നു. That is destroying the camp. ദർശനം കേട്ട് മറ്റവൻ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. On hearing the dream, other person started interpreting. ഇത് ഗിദെയോന്റെ വാളല്ലാതെ വേറൊന്നല്ല. This is nothing else but the sword of Gideon. ഇത് ഒളിച്ചിരുന്ന ഇതാ ഗിദെയോൻ കേട്ടു. Stealthily Gideon heard this. ദൈവത്തിന് മഹത്വം Praise ഉണ്ടാകട്ടെ. be to the Lord. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, who is in the presence of God tonight, ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വാഗ്ദാനം തന്നെങ്കിൽ, if the Spirit of God has given you the promise, ദൈവം നിന്റെ കൂടെയുണ്ട്. God is with you. ശത്രു ഇതാ നിന്റെ ദർശനം ചലിക്കുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. The enemy has seen the dream in which you are moving. ശത്രു ഇതാ നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. The enemy understands your God is with you.
അവന്റെ ആയുധം ഫലിക്കത്തില്ലെന്ന് ശത്രു ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുക. Here we could understand his armory, his arms will not be prosperous. എത്ര പേർ വിശ്വസിക്കുന്നു? How many believe? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ചില മന്ത്രവാദികൾ മന്ത്രവാദം ചെയ്യുമ്പോൾ So magicians, as they do witchcraft, അവൻ മന്ത്രവാദം ചെയ്യുന്നതിന് മുമ്പ് ആർക്കു വേണ്ടിയാണ് ഈ മന്ത്രവാദം ചെയ്യുന്നത്, ആ വ്യക്തിയെ അവനൊന്ന് പഠിക്കും. before doing the black magic for whose cause this is done, he will learn his personality. രാത്രിയിൽ അവൻ സേവിക്കുന്ന അവന്റെ ആ സേവയെ, പിശാചിനെ ഈ വ്യക്തിയുടെ നേരെ തൊടുത്തുവിടും. The date that he worships at the dead of night shall be launched against his enemy. അന്വേഷിച്ചിട്ട് വരുവാൻ ആവശ്യപ്പെടും. Go and search and come back. ഈ വ്യക്തി ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, Suppose if this man is going through the ഈ scripture, വ്യക്തി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ബോധ്യപ്പെട്ടാൽ, if it is understood he is a man of prayer, ഈ കുട്ടിച്ചെകുത്താൻ ചെന്ന് പറയും, എന്നെ അങ്ങോട്ട് വിട്ടേക്കരുന്ന് പറയും. this imp will return and say that, do not send me there. അതുകൊണ്ട് കഴിവതും മന്ത്രവാദികൾ ഇങ്ങനെയുള്ളതായ ദൈവമക്കൾക്കെതിരെ ക്ഷുദ്രം ചെയ്യുന്നതിന് ഭയങ്കര പേടിയാണ്. Possibly these magicians are frightened to do witchcraft against the people of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കണം, Beloved people of God should bear in mind who listen to the word of God. നീ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, If you are one who obtained the promise of God, നിനക്കെതിരെ ഒരു ശക്തിക്കും ചലിക്കുവാൻ കഴിയില്ല. no power can make its movement against you. ആഭിചാരം ഇസ്രായേലിന് ഫലിക്കത്തില്ല. Witchcraft shall not become prosperous to Israel. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. God is translating impossibilities into possibilities. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇനി നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യണമെങ്കിൽ, In furtherance, if God is to do wonder in our life, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദൈവത്തെ നോക്കി കരയുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകട്ടെ. in our personal life, we must build up an experience of crying and praying in the presence of God. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. Mark's Gospel chapter 9 verse 29. മർക്കോസിന്റെ സുവിശേഷം 9:29. പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോവുകയില്ല എന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകത്തില്ല. This kind can come forth by nothing but by prayer and fasting. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, Once when I was doing ministry at a particular place, ഒരു വാഹനത്തിൽ എന്നോടുകൂടെ ഒരു മന്ത്രവാദി ഇരിപ്പുണ്ടായിരുന്നു. your magician was also accompanying me in a vehicle. എന്റെ അടുത്ത സീറ്റിലാണ് താൻ ഇരുന്നത്. You are seated beside me. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പഠിപ്പാൻ ഞാൻ ആഗ്രഹിച്ച് തന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. I heard the desire to learn much about this one. I asked some questions. നിങ്ങൾ എപ്പോഴാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്? When do you do this work? എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? How do you do this? കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് When I incurred into everything, ഞാൻ ചോദിച്ചു, ഇതിനെ തകർക്കാൻ എന്തിനു സാധിക്കും? I asked him, what can destroy this? അദ്ദേഹം എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് He gazed at me. പറഞ്ഞ വാക്ക് ഇപ്രകാരമാണ്: This is how he responded. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കല്ലാതെ ഇതിനെ ജയിക്കാൻ കഴിയത്തില്ല. Except by your prayer, this cannot be overcome. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇതുപോലെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് എന്നോട് പറഞ്ഞത്, Pointing his finger, he told നിങ്ങളുടെ me, പ്രാർത്ഥനയ്ക്കല്ലാതെ ഇതിനെ ജയിപ്പാൻ കഴിയില്ല. except a prayer, nothing else can prevail upon it. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, Those who looked unto him got lightened. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. Their faces were not ashamed of. ഈ എളിയവൻ നിലവിളിച്ചു, This poor man cried aloud. യഹോവ കേട്ടു, The Lord hearkened. സകല കഷ്ടങ്ങളിൽ നിന്നും He വിടുവിച്ചു. delivered me from all trouble. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Tonight, beloved child of God, listening to the word of God, നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നും. there is nothing impossible with our God. പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. God is able to do wonders at prayer. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഒരിക്കലൊരു ദൈവ പൈതൽ ആലയത്തിൽ കടന്നു ചെന്നു. Once a servant of a child of God visited the temple. ലഹരി പിടിച്ചവളെ പോലെ അവൾ ആടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. As an intoxicant, that person started dancing and praying. പുരോഹിതന് തോന്നി ഇവൾ ലഹരി പിടിച്ചതാണ്. It is said to the priest that she is spree. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. അവൾ ദൈവസന്നിധിയിൽ ഹൃദയം പകരുകയാണ് ചെയ്തത്. She was pouring out her heart in the presence of God. ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നു. She was pouring out her heart in the presence of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്നാൽ അടുത്ത വർഷം, However, in the following year, സർവശക്തനായ ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. the Almighty God answered her prayer. നാളുകൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുമായി അവൾ ആലയത്തിൽ വന്നു. As days passed by, she came to the temple with a child. അവൾ ഇപ്രകാരം പറഞ്ഞു കാണും: She should have said so. പുരോഹിതനെ,
എന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഈ നിൽക്കുന്ന പൈതൽ. No praise, this child is the answer, result of the answer of my prayer. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചതിന്റെ മറുപടിയാണിത്. This is a response to the prayer that I offered yesterday. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയുടെ മറുപടി അല്ലാതെ ഒന്നും ചെയ്യില്ല. Our God will never do anything other than the answer of the prayer. പ്രാർത്ഥനയുടെ മറുപടി അല്ലാതെ നമ്മുടെ ദൈവം ഒന്നും ചെയ്യുകയില്ല. Except the response of prayer, our God does nothing. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഒരിക്കൽ ഏലിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. Once Elijah offered a prayer in the presence of God. മുഴങ്കാലുകളുടെ ഇടയിൽ തലയിട്ട് അവൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. He kept his head between the knees, shed tears and started praying. അവൻ അറിയാം അവന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയെന്ന്. He was aware his prayer reached to the presence of God. ബാല്യക്കാരന്റെ വിശ്വാസം ബലപ്പെടുവാൻ അവനോട് ചോദിക്കുന്നു. In order to strengthen the faith of the servants, he asked him, നീ കടലിന് നേരെ ചെന്ന് നോക്ക്. just look into the sea. എന്തെങ്കിലും കാണുന്നുണ്ടോ? Have you seen anything? ദൈവത്തിന് സ്തോത്രം. Glory be to God. പ്രാർത്ഥിക്കുന്ന ഭക്തൻ അറിയാം എന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം അത് എത്രയും വേഗം നൽകും. The God who prays knows my God is able to respond to my prayer very high. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ബാല്യക്കാരൻ പറയുന്നു ഞാൻ ഒന്നും കണ്ടില്ല. The servant replies, I haven't noticed anything. എന്നാൽ ഏലിയാവ് പ്രാർത്ഥന നിർത്തി. Elijah stopped his prayer. അവൻ ഇപ്രകാരം പറയുന്നു. He responds, ബാല്യക്കാരൻ പറയുന്നു ഞാനൊരു ചെറിയ കൈപ്പത്തി പോലെ ഒന്ന് കാണുന്നു. the servant says, I see something like the palm. ഏലിയാവ് പ്രാർത്ഥന നിർത്തി. Elijah stopped to the prayer. അവൻ ആഹാബിനോട് പറഞ്ഞ വാക്കെന്താണ്? What's the statement he said unto Ahab? ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ എന്റെ കാതിൽ കേൾക്കുന്നു. I hear the river clamor of a huge torrential rain. ഒരു കൈപ്പത്തി പോലെ ഒന്ന് പൊങ്ങുന്നത് കണ്ടപ്പോൾ I notices something rising like a palm. ഏലിയാവ് എന്താണ് പറയുന്നത്? What does Elijah say? ഒരു വലിയ മഴയുടെ മുഴക്കം എന്റെ കാതിൽ കേൾക്കുന്നു. I hear the clamor of a huge rain. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രിയ പൈതലേ, Well, I'm a child of God who prays in the presence of God. നിന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. Your God is a God of miracles. അവന് കഴിയാത്തത് ഒന്നുമില്ല. There is nothing impossible to him. ഞാൻ നിനക്ക് മുമ്പായി പോകും. I'll walk before you. ദുർഘടങ്ങളെ നിരപ്പാക്കും. I'll strike in the crooked ways. ഇരുമ്പോടാമ്പലുകളെ khണ്ഡിക്കും. I'll open the iron bars. സാമ്രവാതിലുകളെ തകർക്കും. I'll destroy the gates of brass. എത്ര പേർ വിശ്വസിക്കുന്നു? How many believe? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Shall we close our eyes? ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ മധ്യേ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. May the power of the word of God operate in our midst. ആര് തങ്ങളുടെ കണ്ണുകൾ തുറക്കരുത്. Please do not open your eyes. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. The Holy Spirit of God is walking in our midst. അതെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. There is nothing impossible with our God. അവന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. His purpose shall be fulfilled. വിശ്വസിക്കുന്നവർ മാത്രം തങ്ങളുടെ കരങ്ങൾ ഉയർത്തട്ടെ. Those who believe only, please lift up your hands. ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്. Do not feel ashamed of. ശക്തിയോടെ കരങ്ങൾ ഉയരട്ടെ. Strongly lift up your hands. വായ് തുറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Open your mouth and praise God. വായ് തുറന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Let's glorify God. Opening up our mouth. ഈ പന്തലിന്റെ കീഴിൽ ഉയർത്തെഴുന്നേറ്റ് യേശു കടന്നു വന്നിട്ടുണ്ട്. Resurrected Jesus come under this pandal. അവൻ ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ. Even today he is doing miracles. അവൻ അതിശയങ്ങളെ പ്രവർത്തിക്കുന്നവനാ. He is doing wonders even today. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കട്ടെ. Those who believe, lift your hands and praise God. നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. God is a God of miracles. എത്ര പേർ വിശ്വസിക്കുന്നു? How many believe? വിശ്വാസത്തിന്റെ വചനം നമ്മുടെ മധ്യേ ശക്തിയോടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. May the word of power, faith, walk in our midst powerfully. ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തിയ വചനം ഇതാ നമ്മുടെ മധ്യേ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. Word that brought everything from nothing is echoing in our midst right now. പെരുവെള്ളത്തിൻ മീതെ മുഴങ്ങിയ വചനം ഇതാ നമ്മുടെ മധ്യേ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. Word that was ringing over the many waters is moving in our midst right now. കാദേശിനെ നടുക്കിയ വചനം ഇതാ നമ്മുടെ മധ്യേ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. Voice that issued Kadesh is ringing in our midst right now. വനങ്ങളെ തോലുരുവിച്ച വചനം ഇതാ നമ്മുടെ മധ്യേ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. The word that peeled out the trees is ringing in our midst right now. അതെ, നമ്മുടെ കർത്താവ് മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കിയവനാ. Our God made the hind to cow. ആ വചനത്തിന്റെ ശക്തി ഇതാ നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. The power of the word is moving in our midst right now.
ആ വചനത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. Those who believe the word of God simply praise God. വായി തുറന്ന് നമുക്ക് പറയാം, Open your mouth and confess. എന്റെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. There is nothing impossible with my God. എന്റെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. There is nothing impossible with my God. ഞാനത് വിശ്വസിക്കുന്ന, I do believe. ഞാനത് വിശ്വസിക്കുന്നു. I do believe. കർത്താവേ, നീ എന്നെ സൗഖ്യമാക്കാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Oh Lord, I believe thou art able to heal me. അതേ, കല്ലറയുടെ വാതിൽക്കൽ നിന്ന സഹോദരിയോട് യേശു പറഞ്ഞത് ഇപ്രകാരമാണ്, Jesus and his sister standing beside the mouth of the sepulchre. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. If you believe, you will behold the glory of God. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രിയ പൈതലേ, Whenever time to go is pray by lifting your hand. കരങ്ങൾ ഉയർത്തി പറയാമോ, Can you just say by lifting the നിന്റെ hand? പ്രശ്നം എന്തുമാകട്ടെ, Whatever is your problem, എന്റെ യേശുവിനെ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. my Jesus is able to heal me. ഒരു 10 പ്രാവശ്യം ഒന്ന് പറയാമോ, 10 times please repeat. എന്റെ പ്രശ്നത്തെ പരിഹരിപ്പാൻ എന്റെ യേശുവിന് കഴിയും. My Jesus is able to solve my problem. എന്നെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. My Jesus is able to heal me. എന്നെ വിടുവിപ്പാൻ എന്റെ യേശുവിന് കഴിയും. My Jesus is able to deliver me. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, Promise for you and your children. ദൂരസ്ഥരായി കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കും, Those who are afar off, called by Lord Jesus Christ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രിയ പൈതലേ, Whenever time to go is praying by lifting your hand. അന്ധകാര ശക്തികൾ ഒന്നിച്ച് നിന്റെ പ്രാർത്ഥനയെ തടയുവാൻ നിന്നേക്കാം. The power of darkness may come together to fight against your prayer. എന്നാൽ കരയുന്നവർക്ക് മുമ്പിൽ ഇതാ കടന്നു വരുന്ന കർത്താവ് നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ നിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. Lord, you are rich and do not wipe out tears. You who are crying in the presence of God. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിപ്പീൻ, Keep on praising God. അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിപ്പീൻ. Worship the Lord in tongues. കരങ്ങൾ അടിക്കണമോ, കരങ്ങൾ അടിച്ചുകൊള്ളുവിൻ. If you are compelled to clap your hands, clap your വായ് hands. തുറന്ന് നമുക്ക് പറയാം, Open your mouth and confess. ഞാൻ എന്റെ ദൈവത്തിന്റെ മഹത്വം കാണും. I'll behold the glory of my God. ഞാൻ എന്റെ ദൈവത്തിന്റെ മഹത്വം കാണും. I'll see the glory of my God. വിശ്വാസത്തോടെ പറയാം, With the faith confess. വിശ്വാസത്തോടെ പറയാം. With the faith confess. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും മിന്നും സൂര്യശോഭ കാണും. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിൽ